വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേ ഓഫ് ശില്പ. അപ്പോൾ ഇന്ന് ഒരു സിമ്പിൾ എൻ്റെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നൊന്ന് ഒരു മൂവി കാണാൻ പോകുന്നുണ്ട്. പിന്നൊന്ന് പുറത്തൊക്കെ ഒന്ന് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ പഴയ BRP തിരിച്ചയക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട്ഫോർഡ് പോസ്റ്റ് ഓഫീസിലോട്ടാണ് പോയത്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. ഇത് പോസ്റ്റ് ഓഫീസിൻ്റെ അകമാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുക, ഒരു എൻവലപ്പ് കവർ മേടിക്കാം. എൻവലപ്പ് കവറിന് ഒരു 2 സംതിങ് പൗണ്ടേ കാണൂ. അതിനുശേഷം നമ്മളെ ഫോണിനകത്ത് നമുക്ക് ഓൾറെഡി ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. അതിലൊരു അഡ്രസ്സും കാണും. ആ അഡ്രസ്സ് എൻവലപ്പ് കവറിൻ്റെ ഫ്രണ്ടിലായിട്ട് എഴുതിയിട്ട് നമ്മുടെ BRP രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. കട്ട് ചെയ്ത് ഈ എൻവലപ്പ് കവറിൻ്റെ അകത്തിട്ടിട്ട് നമ്മൾ കൗണ്ടറിൽ ചെന്ന് കൊടുക്കണം. കൗണ്ടറിൽ ചെന്ന് കൊടുക്കുമ്പോഴത്തേക്കും അവർ നമുക്ക് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യും, ആ അഡ്രസ്സിലേക്ക് അവർ അയക്കും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അധികം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട താമസമൊന്നുമില്ല. ചിലപ്പം തിരക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരും. പിന്നെ നമ്മൾ ടൗൺ സെൻറ്ററിൻ്റെ അകത്തുള്ള താരിഖ് ഹലാൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്റ്റോളിലോട്ടാണ് പോയത്. അരി മേടിക്കാനാണ്. അപ്പം അവിടെ ഫ്രീസറിനകത്ത് നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള മസാല ദോശ, തട്ടുദോശ, ഇഡ്ഡലി, ലഡു, വട, വാഴയ്ക്കാപ്പം, പിന്നെ പല ടൈപ്പ് ഫിഷ്, അയല, ചള, അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ മിക്സ് ഉണ്ട്, അവിയൽ മിക്സ് ഉണ്ട്, തേങ്ങ, കപ്പ, അങ്ങനെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കിതിങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. വേറെങ്ങുമല്ല, സ്റ്റാർട്ട്ഫോർഡ് ടൗൺ സെൻറ്ററിൻ്റെ അകത്തുള്ള താരിഖ് ഹലാലിലാണ്. നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കാണാൻ വന്നത് O2ലാണ്. എൻ്റെ കൂടെ വേണ്ട ഓടി 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 പറഞ്ഞു ഓടി. ഹലോ ഓൾ. അപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം പോയി കണ്ടു. കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മൂവിയായിരുന്നു, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ റിവ്യൂ ഇടാനായിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല. കാര്യം ഓൾറെഡി നാട്ടിൽ 1 വീക്കാണ് റിലീസായിട്ട്. ഇവിടെ റിലീസായത് ഏപ്രിൽ 18-നായിരുന്നു. അതായത് 16 അല്ല 18 തന്നെയായിരുന്നു. 18-നായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെട്ടു. ഒരു വെയിറ്റ് ചെയ്തിരുന്ന മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം. ആവേശം അതുകൊണ്ട് പോയി കാണുന്നില്ല. കാര്യം ആവേശം വർഷങ്ങൾക്ക് ശേഷം എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് ഇറങ്ങുമ്പം പോയി കാണാനുള്ള ഫണ്ട് അങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ വിചാരിച്ചു ഏതെങ്കിലും ഒരു മൂവി മതി. അപ്പം കൂടുതൽ വർഷങ്ങൾക്ക് ശേഷത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അതിന് പ്രാധാന്യം കൊടുത്തതിന് ഒരു റീസൺ ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ ആ ഒരു ഗ്യാങ്, അതായത് വിനീതേട്ടൻ്റെ ആ ഹോൾ ക്രൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മലർവാടിയാണെങ്കിലും തട്ടത്തിൻ മറയത്താണെങ്കിലും ആ ഒരു ക്രൂ ഒക്കെ, അവരുടെ ആ ഒരു ഫുൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് പോയി കണ്ടത്. അപ്പം സിനിമ നല്ല മൂവിയാണ്, അടിപൊളി മൂവിയാണ്, നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. എല്ലാവർക്കും ഒരുപോലെ പോയിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന മൂവിയാണ്. അതെനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ എന്താ പറയുക, സിനിമ മോഹവുമായിട്ടൊക്കെ മനസ്സിൽ നടന്നിട്ട് മദ്രാസിലേക്ക് വണ്ടി കയറിയ അന്നത്തെ കാലം അതാണ് കാണിക്കുന്നത്. ലാലേട്ടനും ഈ പറയുന്നവരൊക്കെ അങ്ങനെ വന്നിട്ട് സിനിമ മോഹമൊക്കെ ആയിട്ട് വന്നിട്ട് മദ്രാസിലേക്ക് വണ്ടി കയറിയിട്ട് പിന്നെ അവിടെ നടക്കുന്ന ആ ഒരു കഷ്ടപ്പാടും മറ്റു കാര്യങ്ങളും. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓരോ സിനിമ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര വർഷം അവർ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ്, അല്ലെങ്കിൽ ഒരു 1-2 വർഷം, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന നമ്മൾ 3 മണിക്കൂർ പോയിരുന്ന് കാണുമ്പോൾ നമുക്കത് അത്രേ തോന്നും. അവർ 3 മണിക്കൂർ പോയി കാണുന്ന മൂവീസ് നമ്മൾ കണ്ടിട്ട് കൊള്ളൂല എന്ന് പറയുമ്പോൾ അതിൽ തകർന്നു പോണത് എത്ര പേരുടെ സ്വപ്നമാണെന്നറിയോ. അതൊക്കെ കറക്റ്റ് നമുക്ക് ആ സിനിമയിലൂടെ കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ ഒരു മൂവിയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നത്, ഞാൻ റിവ്യൂ ആയിട്ട് അങ്ങനെ ഇടുന്നില്ല. പക്ഷേ എന്തായാലും സിനിമ കണ്ടു എന്നുള്ളത് കൊണ്ട് എൻ്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുൾ ഒരു ചിൽ ഡേ ഔട്ടായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഡേ ഔട്ടായിരുന്നു. കാര്യം നിങ്ങൾക്ക് രാവിലെ തന്നെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ, പിന്നെ ഫുൾ ബിസി ആയിരുന്നു.
കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണെങ്കിലും നിങ്ങൾ കണ്ടല്ലോ. BRPയുടെ കാര്യമൊക്കെ ആണെങ്കിലും ഒക്കെ എന്തൊക്കെയാണ്. അപ്പം എനിക്ക് ഞാൻ മറ്റേ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം അവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനൊന്നും സംസാരിക്കാതെ ഞാൻ ജസ്റ്റ് മാത്രം വീഡിയോ എടുത്ത് പോയിട്ട് അങ്ങനെ ഞാൻ കൂടെ ഞാൻ പറയാതിരുന്നത് അതുകൊണ്ടാണ്. കാര്യം അതിനെനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും പറയാതിരുന്നത്. പിന്നെ ഒന്നാമത്തേതെന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ പ്രശ്നം വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം സൗണ്ട് എത്രയ്ക്കായാലും പുറത്തെ നോയ്സ് വരും. അപ്പോൾ അതുകൊണ്ടാണ്. എനിവേ ജസ്റ്റ് ഇത് പക്ഷെ ഒരു പ്ലാൻഡ് വീഡിയോ തന്നെ ആയിരുന്നു കേട്ടോ. കുറച്ചേ ഉള്ളൂവെങ്കിലും പ്ലാൻഡ് ഞാൻ എടുക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. BRP എങ്ങനെയാണ് തിരിച്ചയക്കുന്നതെന്നും അതിൻ്റെ ഫോർമാലിറ്റീസും മറ്റ് കാര്യങ്ങളും. പിന്നെ നിങ്ങൾ ഞാൻ മറ്റേ ഷോപ്പിംഗ് ചെയ്യുന്ന സാധനങ്ങൾ മേടിക്കുന്നത് അതിവിടെ സ്ട്രാറ്റ്ഫോർഡ് ടൗൺ സെൻറ്ററിൽ ഉള്ള സ്ട്രാറ്റ്ഫോർഡ് ഇവിടെ ഒരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ ടൗൺ സെൻറ്റർ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. അപ്പോൾ ആ ടൗൺ സെൻറ്ററിനകത്ത് ഒരുപാട് ഇതുപോലെ ഷോപ്പുകളുണ്ട്. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലെയും അല്ലാതെ കൊച്ചു കൊച്ച് ഈ ക്ലോത്തിങ് സെക്ഷന് അങ്ങനെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടൊക്കെ വയ്ക്കുന്ന ഒരുപാട് കടകളുണ്ട്. ജിമ്മ് അതൊരു വലിയൊരു ഇതാണ്. സബ്വേ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ താരിഫ് ഹലാൽ എന്ന് പറയുന്നൊരു ഇത്. അതൊരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റാണ്. ഇന്ത്യൻസാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് കൂടുതലും സൗത്ത് ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കണ്ടല്ലോ. പഴംപൊരിയും വടയും എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഞാനിവിടെ വന്ന സമയത്ത് നാട്ടിൽ നിന്ന് എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ അത് കഴിച്ചു ഇത് കഴിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞങ്ങളും ഇന്ന് ഇതൊക്കെ തന്നെയായിരുന്നു കഴിച്ചത്. എന്നുവെച്ചാൽ അവർ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറും നല്ല മീൻ വറുത്തതും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറയും ഇവിടെയും മീൻ കറിയും മീൻ വറുത്തതൊക്കെ തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമ്മൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ ഫുഡ് മാത്രമേ ബ്രിട്ടീഷ് ഫുഡ് മാത്രമേ കഴിക്കൂ, ഇംഗ്ലീഷ് ഫുഡ് മാത്രമേ നമ്മൾ കഴിച്ചു പോകൂ, നമ്മൾ നാട്ടിലെ ഫുഡ് കഴിക്കൂല എന്നുള്ള. അത് വെറും തോന്നലാണ്. കാര്യം മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. അത് മലയാളികളില്ലാത്ത രാജ്യം ഇല്ല, നാടും ഇല്ല. അത് വേറെ കാര്യം. അതുപോലെ തന്നെ പ്രോഡക്റ്റും അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ ഫുഡ് പ്രോഡക്റ്റും അവൈലബിൾ ആണ്. എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ എന്താ അപ്പോൾ നമുക്കൊരിക്കലും നാട്ടിലെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഇതല്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഭയങ്കര എക്സ്പെൻസീവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 15 രൂപയ്ക്ക് മേടിക്കുന്നൊരു മുട്ട പപ്സ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ 100 രൂപയും 200 രൂപയും കൊടുത്തിട്ടായിരിക്കും ഓരോ മുട്ട പപ്സ് മേടിക്കുന്നത്. അങ്ങനെ ഒരു എന്നുവെച്ചാൽ മുട്ട പപ്സിൻ്റെ കാര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് റേറ്റ്. അപ്പോൾ ഓരോ സാധനത്തിനും ഇതുപോലെ ആയിരിക്കും റേറ്റ്. അപ്പം ഈ റേറ്റ് കൂടുന്ന കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്ക് മേടിക്കാൻ തോന്നത്തില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന കണക്ക് ഉള്ളത് വെച്ചിട്ട് മാത്രം അങ്ങനെ ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലിപ്പം ചില ആൾക്കാർ എന്നും വൈകിട്ട് ഈ പറയുന്ന കണക്ക് വടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശീലിച്ച് കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അതങ്ങനെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഞാനങ്ങനെ ഒരിക്കലും വൈകിട്ട് എന്നും എനിക്ക് ചായ കഴിക്കുമ്പോൾ ഒരു കടി നിർബന്ധമാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. എനിക്ക് ഇന്നത് കഴിക്കണം എന്നൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് അങ്ങനെ കഴിച്ചു വന്നിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇവിടെ കിട്ടാതെ വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരത് മേടിക്കാൻ തോന്നും. എന്നിട്ട് പിന്നെ അത് കണക്ക് പറയും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ നമുക്ക് വല്ലപ്പോഴും കൊതിക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ മേടിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു സൂപ്പർ മാർക്കറ്റാണത്. അരിയുണ്ട്, അരിയൊക്കെ കിട്ടും, എല്ലാം കിട്ടും. പിന്നെ ഫിഷ് അല്ല മീറ്റ് അപ്പുറത്ത് ഞാൻ എടുത്തില്ല കേട്ടോ. കാര്യം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഫ്രണ്ടിലൊരു സെക്യൂരിറ്റി ഇങ്ങനെ വന്നിട്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. ആക്ച്വലി പുള്ളിക്കാരൻ നോക്കിയെന്ന് വെച്ചാൽ അത് അവരുടെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷനായിട്ട് നോക്കിയതാണ്. കാര്യം ആരെങ്കിലുമൊക്കെ സാധനങ്ങൾ ലൂട്ട് അടിക്കുന്നുണ്ടെന്ന് എന്ന് വെച്ചാൽ മൂട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അവർ നോക്കുന്നതാണ്. പക്ഷേ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്നെ തന്നെയാണോ ഈ നോക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയിട്ടൊക്കെ വീഡിയോ എടുത്തില്ല. ഞാൻ അങ്ങ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ കയ്യിൽ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനൊരു നല്ലൊരു ഡേ ആയിരുന്നു. നല്ലൊരു പ്ലസൻറ്റ് ഒരു ഡേ ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു. ഓക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ സമ്മറൊക്കെയാണ്, സമ്മറായി വരുന്നു. അതിനനുസരിച്ച് എന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചം കുറച്ചും കൂടെ ഡേ കൂടി വരുന്നുണ്ട്. പിന്നെ വേറൊന്നുമില്ല, ഫുൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ
പറ്റുന്നതാണെന്നുണ്ടെങ്കിലേ എനിക്കതിനെപ്പറ്റി വീഡിയോസ് ഇടാൻ പറ്റൂ. എനിക്ക് ഇടയ്ക്കൊരു ഒരു കമൻറ്റിൽ വന്നിട്ട് ഞാൻ ആ കമൻറ്റ് എന്നത് അതൊരു കൊച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടില്ല. കാര്യം അതിനെപ്പറ്റി വീഡിയോ ചെയ്തിടാനുള്ള ആ ഒരു ഇതെനിക്ക് അങ്ങോട്ട് വന്നിട്ടില്ല. അത് എന്താണെന്ന് കുറച്ചും കൂടെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ അങ്ങനെ എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളോട്ട് അത് കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്താ വേറെ വിശേഷമൊന്നുമില്ല. വീണ്ടും നല്ലൊരു കണ്ടന്റ് എനിക്ക് കിട്ടട്ടെ. അത് ബേസ് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നവരെ ദിസ് ഈസ് ബൈ ഫ്രം ശില്പ. ബൈ.